നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന വാഹനം ടെസ്റ്റ് വർക്ക് സംബന്ധിച്ച് റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഷോറൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വർക്ക് ചെയ്ത സമയത്ത് പലരും ചോദിച്ച ചോദ്യം ഏതൊക്കെ പാർട്സുകളാണ് റീപ്ലേസ് ചെയ്തത്, എത്ര രൂപ കോസ്റ്റായി, അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ് എത്രയെന്നുള്ള കാര്യം പിന്നീട് അത് പറയാം. ആദ്യം ഏതൊക്കെ പാർട്സുകളാണ് റീപ്ലേസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്തത് മുന്നിൽ നിന്ന് വരുമ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് കവർ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഫ്രണ്ട് കവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം ഏതാണ് ആ റീപ്ലേസ് ചെയ്ത പാർട്സ് എന്ന് കാണിച്ചു തരാം. ക്രോസ് ബാർ വരുന്നുണ്ട് ഫ്രണ്ട്, ആ ക്രോസ് ബാർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് റേഡിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത്. അത് തുരുമ്പെടുത്ത് ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വരുന്നത് ഈ കാണുന്ന വൈപ്പർ ബ്ലേഡിൻ്റെ താഴത്തെ ഒരു ഭാഗം, ഒരു ചെറിയൊരു പീസ് വെട്ടി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെൻഡറിൻ്റെ ഇന്നർ പോർഷനും ഇതേപോലെ ഒരു ഭാഗം റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നീട് റീപ്ലേസ് ചെയ്തത് ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസ്സാണ്. ഗ്ലാസ്സിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുകളിൽ ടോപ്പ് ഭാഗമാണ് റീപ്ലേസ് ചെയ്തത്. പിന്നെ ഈ കാണുന്ന രണ്ട് വാട്ടർ ചാനൽ, ലെഫ്റ്റ് റൈറ്റ് വാട്ടർ ചാനലിൻ്റെ ബീഡിങ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുകൂടാതെ പിന്നീട് റീപ്ലേസ് ചെയ്ത ഭാഗമാണ് ഈ കാണുന്ന റണ്ണിങ് ബോർഡ്. നമുക്ക് റണ്ണിങ് ബോർഡ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പിന്നീട് വരുന്നത് ഈ കാണുന്ന പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം ഓപ്പോസിറ്റ് സീറ്റിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ്. സ്ട്രോങ് ആണ്, കുറച്ചുകൂടി കനം കൂടുതലാണ്, കനം കൂടിയ മെറ്റീരിയലാണ്. അതായത് ഇവിടെ റബ്ബർ ഷീറ്റ് വരും. ഈ പോർഷനിൽ അതിൻ്റെ ഫൗണ്ടേഷനാണ് ഇട്ടിരിക്കുന്നത്. ഒരു റബ്ബർ ഷീറ്റിന് ഏകദേശം 850 രൂപ റേഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഭാഗം മാറിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നീട് വരുന്നത് ഈ ടോപ്പ് സൈഡാണ്. ടോപ്പ് സൈഡ് ഒരു ഗ്രൂവ് വരുന്നുണ്ട്, വാട്ടർ ചാനലും ഗ്രൂവും വരുന്നുണ്ട്. അത് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതിനുശേഷം പിന്നീട് മാറിയത് ഈ ഡോറിൻ്റെ മുകളിലത്തെ വശം, ഈ ഭാഗം മാറിയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ മുകളിലത്തെ ഭാഗം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം വന്നത്, നമുക്ക് സെക്കൻഡ് ഡോറ് എടുത്ത് കയറ്റിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് ഡോറ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെൻറ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു ഭാഗം മൊത്തത്തിൽ അങ്ങ് മാറുകയാണ് ചെയ്തത്. ഇത്രയും സൈഡ് ഇങ്ങനെ വെട്ടി മാറുകയാണ് ചെയ്തത്. വെട്ടി മാറി പുതിയത് ചെയ്യുകയാണ് ചെയ്തത്. പുതിയ ഗ്രൂ ചെയ്തിടുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ ഭാഗത്ത് ചെറിയൊരു തുരുമ്പുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്തും ചെറിയ രീതിയിൽ തുരുമ്പുണ്ടായിരുന്നു, അതും മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ഉൾഭാഗം കാണിച്ചു തരാം. ഉൾഭാഗത്ത് ഈ വരുന്ന പോർഷനിൽ ചെറിയ രീതിയിലുള്ള തുരുമ്പുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ സൈഡ് പില്ലറിൻ്റെ പോർഷൻ ഇവിടെ മാറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും, വെട്ടി മാറിയതിൻ്റെ ഇവിടെ തുരുമ്പുണ്ടായിരുന്നു, അതും മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അകത്ത ഭാഗം നോക്കുമ്പോൾ എല്ലാം പഴയ രീതിയിൽ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ മാറേണ്ട ഭാഗങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഈ ടോപ്പ് മാറിയിട്ടുണ്ട്. ടോപ്പ് പുറത്തെ മെറ്റൽ പീസാണ് മാറിയിട്ടുള്ളത്. ടോപ്പ് പഴയത് തന്നെയാണ്, ഇൻസൈഡ് പഴയത് തന്നെയാണ്, മെറ്റൽ പീസ് മാറിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ക്ലസ്റ്ററിൻ്റെ ആ പോർഷൻ അത് ഇതുപോലെ കറുത്ത ഭാഗമായിരുന്നു, അതിന് ഐവറി ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ കൺട്രോൾ യൂണിറ്റ് എല്ലാം പഴയത് തന്നെയാണ്. ഗിയറിൻ്റെ നോബ് അത് പഴയതാണ്, അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഐവറി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം പഴയത് തന്നെയാണ്, വേറെ കീറിയിട്ടൊന്നുമില്ല. സെക്കൻഡ് റോ ആ വരുന്ന ഭാഗം, അതായത് ഈ ഭാഗം മാത്രമാണ് ചെറിയ പ്രശ്നമുള്ളത്. അതിനി വെട്ടി മാറിയാലേ പറ്റത്തുള്ളൂ. ആ ഒരു കുറവ് മാത്രമാണ് ഇതിൽ ഉള്ളത്. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, വേറെ ഫ്ലോർ മാറ്റൊന്നും, വേറെ വിനയൽ മാറ്റിന് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് തൽക്കാലം മാറേണ്ടതെന്ന് തീരുമാനിച്ചു.
കൺസോൾ ബോക്സ് എല്ലാം പഴയത് തന്നെയാണ്. സീറ്റും കാര്യങ്ങളെല്ലാം പഴയത് തന്നെയാണ്. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ പോർഷനും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഔട്ടർ ലൈൻ പോർഷൻ നോക്കുമ്പോൾ ഈ വെതർ സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു വെതർ സ്ട്രിപ്പിന് 850 രൂപ വിലയുണ്ട്. ഈ വെതർ സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. തുരുമ്പ് കയറി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ടർ ഭാഗം നോക്കുമ്പോൾ ഈ വൈപ്പറിൻ്റെ ബ്ലേഡും പുതിയത് റീപ്ലേസ് ചെയ്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ക്രോസ് ബാറാണ് റീപ്ലേസ് ചെയ്തത്. ഇതിലാണ് റേഡിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. റേഡിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ ഈ ഭാഗത്താണ് വരുന്നത്. അതുകൂടാതെ ബാറ്ററി ഫൗണ്ടേഷനും റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറ്ററി ഫൗണ്ടേഷൻ ബാറ്ററി വെള്ളം പൊട്ടി ഒലിച്ചിട്ട് ഇവിടെ തുരുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഈ ഒരു ഭാഗം റീപ്ലേസ് ചെയ്തതാണ്. ചെറിയൊരു രീതിയിലുള്ള തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം റീപ്ലേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഭാഗം, ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു പോർഷന് തുരുമ്പുണ്ടായിരുന്നു. അത് പഴയകാല വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം തുരുമ്പുണ്ടായിരുന്നു, അതും റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ വൈപ്പറിൻ്റെ മോട്ടർ വരുന്ന ഭാഗം, അവിടെയും പീസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗമാണ് റീപ്ലേസ് ചെയ്തത്. അത് പഴയകാല വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ഈ വാട്ടർ സെല്ലിന് വരുന്ന ഭാഗം രണ്ടാമത് ചെയ്തിട്ടതാണ്. ഈ ഗ്രൂവൊക്കെ രണ്ടാമത് ചെയ്തിട്ടതാണ്. റബ്ബർ ബീഡിങ് പഴയതാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗം, ഈ ഗ്രൂവിൻ്റെ അടിയിലൊക്കെ രണ്ടാമത്, അതായത് ഈ ബീഡിങ്ങിൻ്റെ അടിയിലൊക്കെ രണ്ടാമത് ചെയ്തിട്ടതാണ്. ഈ ഭാഗങ്ങളെല്ലാം രണ്ടാമത് ചെയ്തിട്ടതാണ്. പിന്നെ റെയിൻ ഗാർഡ് വച്ചിട്ടില്ല. റെയിൻ ഗാർഡ് പുതിയത് വയ്ക്കണം. റെയിൻ ഗാർഡ് വച്ചിട്ടില്ല. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പ്ലാറ്റ്ഫോം കനം കൂടിയതാണ്. ഓപ്പോസിറ്റ് സീറ്റിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഫുൾ ബോഡി പെയിൻറ്റിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത്. ഇതിലൊരു കാര്യം എല്ലാ വാഹന ഉടമകളുടെ എനിക്ക് പറയാനായിട്ടുള്ളത്, പരമാവധി വാഹനം നനയാതെ ഇടുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. നനഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തായിട്ട് തുരുമ്പ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത്. ഫുൾ ബോഡി പെയിൻറ്റിങ് ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ ബോണറ്റിൻ്റെ പോർഷനൊക്കെ, ഇന്നർ പോർഷനൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ്ങും സൈലൻസർ കോട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് മുൻകാല വീഡിയോകളിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.